അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. നമ്മളിന്ന് വീഡിയോയിൽ 3-ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയുടെ ഒരു പേപ്പറാണ് നോക്കാൻ പോകുന്നത്. ഫിഖ്ഹിലെ പാദവാർഷിക പരീക്ഷയുടെ പേപ്പറാണ്. അപ്പോൾ എല്ലാവരും വീഡിയോ മുഴുവനായിട്ടും കാണുക, അതുപോലെ ബന്ധപ്പെട്ട കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. ഒന്നാമത്തെ പ്രവർത്തനം, ശരിയും തെറ്റും അടയാളപ്പെടുത്താം. നമുക്കിവിടെ ഓരോ വരിയുടെ നേരെയും ഓരോ കോളങ്ങൾ കാണാം. ഇവിടെ എഴുതിയത് ശരിയാണെങ്കിൽ കോളത്തിൽ ശരിയും, തെറ്റാണെങ്കിൽ അതാത് കോളങ്ങളിൽ തെറ്റും രേഖപ്പെടുത്തണം. നോക്കാം. ഒന്നാമത്തത്, വിസർജന വേളയിൽ സംസാരിക്കൽ. വിസർജന വേളയിൽ സംസാരിക്കൽ ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. രണ്ടാമത്തത്, മൂത്രിക്കുമ്പോൾ തലമറക്കണം. ശരിയാണ്. മൂന്നാമത്തത്, മൂത്രപ്പുരയിൽ ഇടത് കാൽ വെച്ച് പ്രവേശിക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. മൂത്രപ്പുരയിൽ കയറുമ്പോൾ ഇടത് കാല് മുന്തിച്ചു കണ്ടാണ് കയറേണ്ടത്. നാലാമത്തത്, ജറാദിൻ്റെ ശവം നജസല്ല. ശരിയാണ്. മനുഷ്യൻ, മത്സ്യം, ജറാദി എന്നിവ ഒന്നും നജസല്ല. അഞ്ചാമത്തത്, രാവിലെ സൂര്യൻ ഉദിക്കും മുമ്പ് സുബ്ഹ് നിസ്കരിക്കണം. ശരിയാണോ തെറ്റാണോ? ശരിയാണ്. രാവിലെ സൂര്യൻ ഉദിക്കുന്നതിന് മുമ്പ് സുബ്ഹ് നിസ്കരിക്കണം. ഇനി രണ്ടാമത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. താഴെ വരിയുമായി യോജിച്ചത് ബ്രാക്കറ്റിൽ കൊടുത്തവയിൽ ഏതാണ് എന്ന് നോക്കിയിട്ട് അവിടെ എഴുതി കൊടുക്കുക. ഒന്നാമത്തത്, ഏറ്റവും നല്ല സൽക്കർമ്മമാണ് ഡാഷ്. ഏറ്റവും നല്ല സൽക്കർമ്മമാണ് നിസ്കാരം. ബ്രാക്കറ്റിൽ കാണാം, അത് താഴേക്ക് എടുത്തെഴുതുക. 2, മറ കൂടാതെ ഖിബിലക്ക് പിന്നിട്ട് വിസർജനം ഡാഷ്. മറ കൂടാതെ ഖിബിലക്ക് പിന്നിട്ട് വിസർജനം ഹറാമാണ്. മൂന്നാമത്തത്, വുളൂഇൻ്റെ ഷർത്തുകളെല്ലാം ഡാഷ്. വുളൂഇൻ്റെ ഷർത്തുകളെല്ലാം കുളിക്കും ഷർത്താണ്. വുളൂഇൻ്റെയും കുളിയുടെയും ഷർത്ത് ഒന്നാണ്. നാലാമത്തത്, തല മുഴുവൻ തടവൽ വുളൂഇൻ്റെ ഡാഷ്. തല മുഴുവൻ തടവൽ വുളൂഇൻ്റെ സുന്നത്താണ്. അഞ്ചാമത്തത്, തല അല്പം തടവൽ വുളൂഇൻ്റെ ഡാഷ്. തല അല്പം തടവൽ വുളൂഇൻ്റെ ഫർളാണ്. തല അല്പം തടവിയാൽ ഫർള് വീടും. ഇനി അടുത്ത പ്രവർത്തനം, 2 എണ്ണം വീതം എഴുതാം. ഒന്നാമത്തത്, നജസ്സുകൾ. നമ്മൾ ധാരാളം നജസ്സുകൾ പഠിച്ചിട്ടുണ്ട്. അതിൽ നിന്ന് 2 എണ്ണം മാത്രം ഈ ഭാഗത്ത് എഴുതിയാൽ മതി. 1 മലം, 2 മൂത്രം. ഇനി രണ്ടാമത്തെ ചോദ്യം, കുളി നിർബന്ധമാകുന്ന കാര്യങ്ങൾ. അതിൽ നിന്നും 2 എണ്ണം എഴുതാനാണ്. 1 മനീ പുറപ്പെടൽ, 2 ഫർജിൽ ഹഷ്ഫ കടക്കൽ. മൂന്നാമത്തെ ചോദ്യം, കുളിയുടെ ഫർളുകൾ. ഇനി കുളിയുടെ ഫർളുകളിൽ നിന്ന് 2 എണ്ണം എഴുതാനാണ്. 1 നീയത്ത്, 2 ശരീരം മുഴുവനും വെള്ളം ചേർക്കുക. ഇനി അടുത്ത പ്രവർത്തനം, എങ്ങനെയാണ് വൃത്തിയാക്കേണ്ടത് നോക്കാം. ഒന്നാമത്തെ ചോദ്യം, നായ, പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ എങ്ങനെയാണ് കഴുകുക? ഉത്തരം, നായ, പന്നി എന്നിവ കൊണ്ട് അശുദ്ധമായാൽ 7 തവണ കഴുകണം. ആദ്യം എന്ത് ചെയ്യും? 7 തവണ കഴുകുക. അതിൽ 1 തവണ ശുദ്ധിയുള്ള മണ്ണ് കലക്കിയ വെള്ളം കൊണ്ട് വേണം കഴുകാൻ.
ഇനി രണ്ടാമത്തെ ചോദ്യം, മലം കൊണ്ട് നജസായാൽ അത് എങ്ങനെയാണ് കഴുകി വൃത്തിയാക്കേണ്ടത്? ഉത്തരം, മറ്റു നജസ്സുകൾ അവയുടെ നിറം, മണം, രുചി എന്നിവ പോകുന്നത് വരെ കഴുകണം. ഇനി അടുത്ത പ്രവർത്തനം, ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, വുളൂ ചെയ്യാൻ നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പുവരുത്തണം ആര്? ഉത്തരം, നിത്യവും അശുദ്ധിയിൽ ഉള്ളവർ നിസ്കാരത്തിൻ്റെ സമയം ആയി എന്ന് ഉറപ്പുവരുത്തണം. നിത്യാശുദ്ധിയുള്ളവർക്കാണ് സമയം ആയ ശേഷം വുളൂ ചെയ്യേണ്ടത്. രണ്ടാമത്തെ ചോദ്യം, വുളൂഇൽ 2 മുൻകൈ കഴുകുമ്പോൾ കരുതൽ സുന്നത്താണ് എന്ത്? ഉത്തരം, വുളൂഇൻ്റെ സുന്നത്തിനെ ഞാൻ വീട്ടുന്നു എന്ന് കരുതുകയും ഉച്ചരിക്കുകയും അഊദും ബിസ്മിയും 2 ഷഹാദത്തും പിന്നെ അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅൻ തഹൂറ എന്നും ചൊല്ലിക്കൊണ്ട് 2 മുൻകൈ കഴുകണം. ഇവയെല്ലാം സുന്നത്താണ്. ഇനി അവസാനത്തെ പ്രവർത്തനം, ദിക്റുകൾ എഴുതാം. ഒന്നാമത്തത്, വിസർജനത്തിന് പ്രവേശിക്കുമ്പോൾ നമ്മൾ വിസർജിക്കാൻ വേണ്ടി ടോയ്ലറ്റിലേക്കോ പ്രവേശിക്കുമ്പോൾ ചൊല്ലേണ്ട ദിക്ർ അത് ഏതാകുന്നു? ഉത്തരം, ബിസ്മില്ലാഹി അല്ലാഹുമ്മ ഇന്നി അഊദു ബിക മിനൽ ഖുബസി വൽ ഖബാഇസി. രണ്ടാമത്തെ ചോദ്യം, വുളൂഇന് മുൻകൈ കഴുകുമ്പോൾ അഊദും ബിസ്മിയും 2 ഷഹാദത്തും ചൊല്ലിയ ശേഷം ചൊല്ലേണ്ടത്? ഉത്തരം, അൽഹംദുലില്ലാഹില്ലദി ജഅലൽ മാഅ തഹൂറ. അപ്പോൾ നമ്മൾ 3-ാം ക്ലാസ്സിലെ ഫിഖ്ഹിലെ പാദവാർഷിക പരീക്ഷയുടെ മുഴുവൻ ചോദ്യോത്തരങ്ങളും നമ്മൾ ഈ വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ എല്ലാവരും ഈ വീഡിയോ കുട്ടികൾക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. ഇനി താരീഖിൻ്റെ ചോദ്യപേപ്പറാണ്. പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്നും താഴെ വരിയുമായി യോജിച്ചത് ബ്രാക്കറ്റിൽ നിന്ന് എടുത്തെഴുതുക. ഒന്നാമത്തത്, വഹബിൻ്റെ മകൾ ആരാണ്? ആമിന ബീവി. വഹബിൻ്റെ മകൾ ആമിന ബീവി. 2, അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ ആരാണ്? ബ്രാക്കറ്റിൽ അബ്ദുള്ള. അബ്ദുൽ മുത്തലിബിൻ്റെ മകൻ അബ്ദുള്ള റളിയല്ലാഹു അൻഹു ആണ്. ഇനി മൂന്നാമത്തത്, ഗോത്രം. ഗോത്രം ഏതാണ്? ജുർഹും. ബ്രാക്കറ്റിൽ ഒരു ഗോത്രം മാത്രമേ കൊടുത്തിട്ടുള്ളൂ, അപ്പോൾ അത് എടുത്ത് എഴുതുക. 4, ബനു സഅദ്. ആരെ ഗോത്രമാണ്? ഹലീമ ബീവിയുടെ ഗോത്രമാണ് ബനു സഅദ്. അത് നിങ്ങളെന്ത് ചെയ്യുക? താഴേക്ക് എടുത്ത് എഴുതുക. ഇനി അടുത്തത്, അത്ഭുത ജലം. അത്ഭുത ജലത്തിന് നമ്മളെന്താ പറയുക? മഉ സംസം അല്ലേ? സംസം എന്ന് ബ്രാക്കറ്റിൽ കാണാം, അത് താഴേക്ക് എഴുതിയെടുക്കുക. സംസമാണ് അത്ഭുത ജലം. ഇനി അടുത്ത പ്രവർത്തനം, വ്യക്തമാക്കാം. താഴെ കൊടുത്തിട്ടുള്ള ഓരോ കാര്യങ്ങളും വ്യക്തമാക്കി കൊടുക്കാം. 1, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗോത്രം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഗോത്രം ഏതാണ്? ഖുറൈഷ്. 2, ഹാജറു ബീവിയുടെ മകൻ. ഹാജറ ബീവിയുടെ മകൻ ആരാണ്? ഇസ്മായിൽ നബി അലൈഹിസ്സലാം. 3, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജനനം ദിവസം, അറബി മാസം. ഉത്തരം, ജനന ദിവസം തിങ്കളാഴ്ച, റബീഉൽ അവ്വൽ 12. അറബി മാസം റബീഉൽ അവ്വൽ 12. നാലാമത്തത്, മക്കയുടെ ഉപനാമങ്ങൾ. ഒന്നാമത്തെ പാഠത്തിൽ നമ്മൾ മക്കയുടെ ഉപനാമങ്ങൾ പഠിച്ചു. ഏതൊക്കെയാണ്? ഉമ്മുൽ ഖുറ, ബക്ക. 5-ാമത്തെ ചോദ്യം, ആമിന ബീവിയുടെ ഗോത്രം. ആമിന ബീവിയുടെ ഗോത്രം ബനു സുഹ്റ.
ഇനി അടുത്ത പ്രവർത്തനം പൂർത്തിയാക്കാം. ഒന്നാമത്തത്, ഭൂമുഖത്തുള്ള ബിംബങ്ങൾ എല്ലാം തല ഡാഷ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ജനിച്ചപ്പോഴുണ്ടായ അത്ഭുതങ്ങളിൽപ്പെട്ടതാണ്. എന്താ ഉണ്ടായത്? ഭൂമുഖത്തുള്ള ബിംബങ്ങൾ എല്ലാം തല കുത്തി വീണു. 2, ഇറാനിലെ സാവ തടാകം ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. ഇറാനിലെ സാവ തടാകം വറ്റി വരണ്ടു. മൂന്നാമത്തത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറക്കുന്നതിൻ്റെ 7 മാസങ്ങൾക്ക് മുമ്പ് പിതാവ് ഡാഷ്. പൂരിപ്പിച്ചു കൊടുക്കുക. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പിറക്കുന്നതിൻ്റെ 7 മാസങ്ങൾക്ക് മുമ്പ് പിതാവ് അബ്ദുള്ള മരണപ്പെട്ടു. നാലാമത്തത്, ഹലീമ ബീവിക്ക് അന്ന് മുല കുടിക്കുന്ന ലംറത്ത് എന്ന ഡാഷ്. എന്താണ്? പൂരിപ്പിച്ചു കൊടുക്കുക. ഹലീമ ബീവിക്ക് അന്ന് മുല കുടിക്കുന്ന ലംറത്ത് എന്ന ഒരു മകനുണ്ടായിരുന്നു. ലംറത്ത് എന്ന ഒരു മകനുണ്ടായിരുന്നു. ഇനി ഉത്തരം എഴുതാം. ഓരോ ചോദ്യങ്ങൾക്കും ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം, ഹലീമ ബീവിയുടെ കൂടെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ താമസിച്ചു എത്ര കാലം? ഉത്തരം 2 വർഷക്കാലം. ഇനി അടുത്തത്, കിനാനയെ തിരഞ്ഞെടുത്തത് ആരിൽ നിന്നാണ്? ഉത്തരം ഇസ്മായിൽ നബിയുടെ സന്താനങ്ങളിൽ നിന്ന് കിനാനയെ തിരഞ്ഞെടുത്തു. മൂന്നാമത്തെ ചോദ്യം, അദ്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ എത്രാമത്തെ പിതാമഹനാണ്? ഉത്തരം 20ാമത്തെ. അദ്നാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ 20ാമത്തെ പിതാമഹനാണ്. ഇനി നാലാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജനന സമയം സമുദ്ര സമാനമായ ജലപ്രവാഹമുണ്ടായത് എവിടെയാണ്? ഉത്തരം സമാവാത്ത് താഴ്വരയിൽ. സമാവാത്ത് താഴ്വരയിൽ സമുദ്ര സമാനമായ ജലപ്രവാഹമുണ്ടായി. അഞ്ചാമത്തെ ചോദ്യം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജനിച്ച് 7ാം ദിവസം അബ്ദുൽ മുത്തലിബ് ചെയ്ത 2 കാര്യങ്ങൾ. ഉത്തരം 7ാം ദിവസം അഖീഖത്ത് അറുത്തു, ഖുറൈശികളെ ക്ഷണിച്ചു സദ്യ നൽകി, മുഹമ്മദ് എന്ന് പേര് വിളിക്കുകയും ചെയ്തു. അടുത്ത പ്രവർത്തനം പൂരിപ്പിക്കാം. വരി പൂരിപ്പിച്ചു കൊടുക്കുക. 1, അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഡാഷ് ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം ഡാഷിലാണ്. ഡാഷ് എന്നാണ് ആ ഭവനത്തിൻ്റെ പേര്. ഒന്നാമത്തെ പാഠത്തിൽ കാണാം. പൂരിപ്പിക്കുക. അള്ളാഹുവിനെ ആരാധിക്കാൻ വേണ്ടി ഭൂമിയിൽ ആദ്യം സ്ഥാപിക്കപ്പെട്ട ഭവനം മക്കയിലാണ്. കഅബ ഷെരീഫ് എന്നാണ് ആ ഭവനത്തിൻ്റെ പേര്. ഇങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി നമുക്ക് 3ാം ക്ലാസ്സിലെ പാദവാർഷിക പരീക്ഷയിലെ ലിസാൻ ഖുർആനിൻ്റെ പേപ്പർ. ഒന്നാമത്തെ പ്രവർത്തനം, നസ്ലുമാ യുനാസിബു, യോജിച്ച് ചേർക്കാം. ഒന്നാമത്തത്, ഇവിടെ അൽ കിതാബു എന്ന് കാണാം. അതിൻ്റെ ശേഷം അല ചേർക്കുക. അൽ കിതാബു അലൽ, ഏതാ വേണ്ടത്? ബ്രാക്കറ്റിൽ കാണാം. അൽ ജിദാരി അത്വാവിലത്തി അർ റഅ്സി അൻ നബിയ്യി അഷ്ഷജറത്തി. ഇതിൽ ഒന്നാമത്തത് അൽ കിതാബു അലത്വാവിലത്തി എന്നാണ് വേണ്ടത്. കിതാബ് എവിടെയാണ്? അലത്വാവിലത്തി, മേശയുടെ മുകളിലാണ്. രണ്ടാമത്തത് അൽ ഖുറാബു. അൽ ഖുറാബു അലഷജറത്തി.
മരത്തിൻ്റെ മുകളിൽ കാക്കയുണ്ട്. മൂന്നാമത്തത് അൽ ഇമാമത്തു തലപ്പാവ് അല ഡാഷ്. അൽ ഇമാമത്തു അലർ റഅ്സി. ഇമാമത്ത് എവിടെയാണ്? അലർ റഅ്സി തലയിലാണ്. ഇമാമത്ത് തലയിലാണ്. ഇമാമത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? തലയെക്കെട്ട്, അതായത് തലപ്പാവ്. തലപ്പാവ് തലയിലാണ്. നാലാമത്തത് അൽ മിർആത്തു അല ഡാഷ്. അൽ മിർആത്തു അലൽ ജിദാരി. അലൽ ജിദാരി എന്നാണ് വേണ്ടത്, അത് എഴുതി കൊടുക്കുക. അഞ്ചാമത്തത് അസ്വലാത്തു അല നബിയ്യി. അസ്വലാത്തു അലൻ നബിയ്യി. ഇനി കുറച്ച് ചോദ്യങ്ങളാണ് നോക്കാനുള്ളത്. രണ്ടാമത്തെ പ്രവർത്തനം നുജീബു ലിൽ അസ്ഇലതി. ചോദ്യങ്ങൾക്ക് ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം ഐനൽ ഖലമു. പേന എവിടെ? അതിൻ്റെ ഉത്തരം എന്താണ് എഴുതേണ്ടത്? പാഠഭാഗത്തിൽ നമ്മൾ പഠിച്ചു. അൽ ഖലമു ഫിസ് സുന്ദൂഖി. പേന ബോക്സിലാണ്. ഐനൽ ഖലമു, അതിൻ്റെ ഉത്തരമാണ് അൽ ഖലമു ഫിസ് സുന്ദൂഖി. പേന ബോക്സിലാണ്. രണ്ടാമത്തത് ഐനൽ ഖാതമു. മോതിരം എവിടെ? എവിടെയാണ്? അൽ ഖാതമു ഫിൽ ഖിൻസിരി. മോതിരം ചെറുവിരലിലാണ്. മൂന്നാമത്തത് ഐനത്തുഫിലു. കുട്ടി എവിടെ? ഐനത്തുഫിലു, കുട്ടി എവിടെ? അതിൻ്റെ ഉത്തരം എഴുതേണ്ടത് അത്തുഫിലു ഫിൽ മഹ്ദി. അത്തുഫിലു ഫിൽ മഹ്ദി. കുട്ടി എവിടെയാണ്? തൊട്ടിലിലാണ്. അത്തുഫിലു ഫിൽ മഹ്ദി. ഇനി നാലാമത്തത് ഐനൽ കഅബതു. ഐനൽ കഅബതു. കഅബ എവിടെ? എവിടെയാണ്? അൽ കഅബതു ഫി മക്കത്തി. അൽ കഅബതു ഫി മക്കത്തി. കഅബ മക്കയിലാണ്. ഇനി അടുത്ത പ്രവർത്തനം നുഅരിബു, അറബിയാക്കാനാണ്. നമുക്കിവിടെ അറബി മലയാളത്തിൽ വാക്കുകൾ തന്നിട്ട് കാണാം. 4 ഉണ്ട്. അത് ഓരോന്ന് നിങ്ങൾ അറബിയിലേക്ക് ആക്കണം. ഒന്നാമത്തത് ഉമ്മ വീട്ടിലാണ്. ഉമ്മ വീട്ടിലാണ്. അതെങ്ങനെയാണ് പറയുക? അൽ ഉമ്മു ഫിൽ ബൈത്തി. ഉമ്മ വീട്ടിലാണ്. രണ്ടാമത്തത് കിണറിൽ വെള്ളം ഉണ്ട്. കിണറിൽ വെള്ളം ഉണ്ട്. അതെങ്ങനെ അറബിയിൽ പറയാ? കിണറിന് എന്താ പറയാ? ബിർ. അപ്പോൾ കിണറ്റിൽ ഫിൽ ബിഇരി മാ ഉൻ. കിണറ്റിൽ വെള്ളമുണ്ട്. ഫിൽ ബിഇരി മാ ഉൻ. കിണറ്റിൽ വെള്ളമുണ്ട്. പരീക്ഷയിൽ ചോദിക്കും. നിങ്ങൾ നന്നായിട്ട് പഠിക്കണം. ഇനി അടുത്തത് തോട്ടത്തിൽ പൂക്കളുണ്ട്. തോട്ടത്തിന് എന്താ പറയുക? ബുസ്താനുൻ. ഫിൽ ബുസ്താനി അസ്ഹാറുൻ. തോട്ടത്തിൽ പൂക്കളുണ്ട്. ഫിൽ ബുസ്താനി അസ്ഹാറുൻ. ഇനി നാലാമത്തത് പുഴയിൽ മത്സ്യമുണ്ട്. പുഴയിൽ മത്സ്യമുണ്ട്. ഫിന്നഹരി സമക്കുൻ. ഫിന്നഹരി സമക്കുൻ. പുഴയിൽ മത്സ്യമുണ്ട്. ഇനി കുറച്ച് വാക്കുകൾ തന്നിട്ടുണ്ട്. നക്തുബുൽ മാന. താഴെ കൊടുത്ത വാക്കുകളുടെ അർത്ഥം എഴുതാനാണ്. ഒന്നാമത്തത് ഹിലാലുൻ, ചന്ദ്രൻ.
2 ഉഷ്വൻ കിളിക്കൂട്, ഉഷ്വൻ കിളിക്കൂട്. 3 സരീറുൻ കട്ടിൽ, സരീറുൻ കട്ടിൽ. 4 കുർസിയുൻ കസേര, കുർസിയുൻ കസേര. നുക്കമ്മിലു ബിൽ മുനാസബി, ഇവിടെ ബ്രാക്കറ്റിൽ കുറച്ച് വാക്കുകൾ കാണാം. അതെന്ത് ചെയ്യണം? വിട്ടുപോയ ഭാഗത്ത് പൂരിപ്പിച്ചു കൊടുക്കണം. വിട്ടുപോയ ഭാഗത്ത് നിന്ന് ബ്രാക്കറ്റിൽ നിന്നും വിട്ടുപോയ ഭാഗത്തേക്ക് എഴുതി കൊടുക്കുക. ഒന്നാമത്തത് ഫിൽ മസ്ജിദി ഡാഷ്. ഇവിടെ നമുക്ക് ഫിൽ മസ്ജിദി, മസ്ജിദ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാകും പള്ളിയാണ്. പള്ളിയുമായി ബന്ധപ്പെട്ട എന്ത് കാര്യമാണ് ഈ ബ്രാക്കറ്റിലുള്ളത് എന്ന് ആദ്യം നോക്കിയാൽ മതി. ഏതൊക്കെയാണ്? അൽ മഹദി, ഫി, അസ്സമായി, ഉഷ്വൻ, ഇമാമുൻ, വഹഖീബത്തുൻ. ഇതിൽ ഇമാമുൻ എന്നതാണ്. ഫിൽ മസ്ജിദി ഇമാമുൻ, പള്ളിയിൽ ഇമാമുണ്ട്. ലി സുന്ദൂഖുൻ ഡാഷ്. രണ്ടാമത്തത് ലി സുന്ദൂഖുൻ, എനിക്ക് ബോക്സ് ഉണ്ട്. ഡാഷ് വ ഹഖീബത്തുൻ, ബ്രാക്കറ്റിൽ കാണാം വ ഹഖീബത്തുൻ, ബാഗുമുണ്ട്. എനിക്ക് ബോക്സും ബാഗും ഉണ്ട്. മൂന്നാമത്തത് ഫി ഡാഷ് ഹിലാലുൻ, ഫിസ്സമായി ഹിലാലുൻ, ആകാശത്തിൽ ചന്ദ്രനുണ്ട്. നാലാമത്തത് അത്ത്വഫിലു ഫി ഡാഷ്, അത്ത്വഫിലു കുട്ടി, ഫിൽ മഹദി, കുട്ടി എവിടെയാണ്? തൊട്ടിലിലാണ്. അത്ത്വഫിലു കുട്ടിയാകുന്നത് ഫിൽ മഹദി, തൊട്ടിലിലാണ്. അഞ്ചാമത്തത് അൽ കുർസിയു ഡാഷ് അൽ ഗുർഫത്തി, ബ്രാക്കറ്റിൽ ഫി എന്ന് കാണാം. അൽ കുർസിയു ഫിൽ ഗുർഫത്തി, കസേര റൂമിലാണ്. ആറാമത്തത് അലഷജറത്തി ഡാഷ്, അലഷജറത്തി ഉഷ്വൻ, മരത്തിൻ്റെ മുകളിൽ കൂടുണ്ട്. ഇനി അടുത്ത പ്രവർത്തനം റത്തിബിൽ കലിമാത്തി. ഇവിടെ താഴെ നിങ്ങൾക്ക് കാണാം റത്തിബിൽ കലിമാത്തി, കലിമത്ത് തർത്തീബാക്കുക. ആദ്യം ഏത് വാക്കാണ് വരേണ്ടത്, അതിനുശേഷം ഏത് വാക്കാണ് വരേണ്ടത്, അങ്ങനെ ഒരു വരി കറക്റ്റായിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം? സെറ്റ് ചെയ്യണം. ഇവിടെ അജ്മലു എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം യാ എന്ന് കൊടുത്തിട്ടുണ്ട്, അതിനുശേഷം കിതാബുൻ, കിതാബു, അതുപോലെ ഐന. ഇതെങ്ങനെയാണ് ക്രമത്തിലാക്കുക? യാ അജ്മലു ഐന കിതാബു, യാ അജ്മലു, യാ അജ്മലു ഐന കിതാബു. ഓ അജ്മലെ, ബുക്ക് എവിടെ? ഇവിടെ യാ എന്നത് തുടക്കത്തിൽ വരണം, അതിനുശേഷം അജ്മലു, അതിനുശേഷമാണ് ഐന, പിന്നെ അവസാനം കിതാബു. ഈ ക്രമത്തിലാണ് പോകേണ്ടത്. രണ്ടാമത്തത് ഫീ അൽ ഖാതമു അൽ ഖിൻസീരി. ഇതിൽ തുടക്കം ഏത് വാക്കാണ് കൊണ്ടുവരേണ്ടത്? അൽ ഖാതമു, മോതിരം, ഫിൽ ഖിൻസിരി, ചെറുവിരലിൽ, ഫിൽ ഖിൻസിരി, ചെറുവിരലിലാണ്. അൽ ഖാതമു, മോതിരമാകുന്നത്, ഫിൽ ഖിൻസിരി, ചെറുവിരലിലാണ്.
അപ്പോൾ ആദ്യം അൽ ഖാത്തമു എന്ന് എഴുതണം, അതിന് ശേഷമാണ് ഫീ വരേണ്ടത്, അതിന് ശേഷമാണ് അൽ ഖിൻസിരി. ഇനി അടുത്ത പ്രവർത്തനം സ്വഹിഹിൽ ഖത്ത് ആ, തെറ്റെന്ത് ചെയ്യണം, ശരിയാക്കണം. ഇവിടെ കൊടുത്തിട്ടുണ്ട് ഒന്നാമത്തത് അൽ മാ ഉ ഐനൽ മാ ഇ, അത് തെറ്റാണ്. എങ്ങനെയാണ് ശരിയാക്കിയത്? അൽ മാ ഉ ഫിൽ ബിഇരി, അൽ മാ ഉ ഫിൽ ബിഇരി. രണ്ടാമത്തത് ഫിൽ മഹ്ദി അസ്ഹാറുൻ, തൊട്ടിലിൽ പൂക്കളുണ്ട്. അത് ശരിയാണോ തെറ്റാണോ? തെറ്റാണ്. തൊട്ടിലിൽ കുട്ടിയുണ്ട് എന്നാണ് വേണ്ടത്. എങ്ങനെയാണ് എഴുതുക? ഫിൽ മഹ്ദി തുഫിലുൻ, തൊട്ടിലിൽ കുട്ടിയുണ്ട്. മൂന്നാമത്തതോ ഫിൻ നഹ്രി ഇമാമുൻ, അവിടെ എന്താണ് ചേർക്കേണ്ടത്? അവിടെ ഫിൻ നഹ്രി എന്നുള്ളത് മാറ്റുക, അവിടെ ഫിൽ മസ്ജിദി ഇമാമുൻ, പള്ളിയിൽ ഇമാമുണ്ട്. ഇവിടെ അന്നഹരി എന്നത് ഒഴിവാക്കിയിട്ട് അവിടെ അൽ മസ്ജിദി, ഇപ്പോൾ കൂട്ടി വായിക്കുമ്പോൾ ഫിൽ മസ്ജിദി ഇമാമുൻ, പള്ളിയിൽ ഇമാമുണ്ട്. ഇനി അവസാനത്തെ പ്രവർത്തനം നുകമ്മിലു, പൂർത്തിയാക്കാനാണ്. ഒന്നാമത്തത് യാ റബ്ബന റാസിഖന, യാ റബ്ബന ഡാഷ്. രണ്ടാമത്തത് സിദ് ലന ഇൽമൻ ലന വൻഫഅ ഡാഷ്. ഇത് പൂർത്തിയാക്കാനാണ്. ഇത് നമ്മൾ ലിസാനുൽ ഖുർആനിലെ ആദ്യം കൊടുത്ത പാട്ടാണ്. എങ്ങനെയാണ് പൂരിപ്പിക്കുക? യാ റബ്ബന റാസിഖന, യാ റബ്ബന ഹാദീന. രണ്ടാമത്തത് സിദ് ലന ഇൽമൻ ലന വൻഫഅ ലന ബിഇൽമിന, സിദ് ലന ഇൽമൻ ലന വൻഫഅ ലന ബിഇൽമിന. ഇനി അടുത്തത് 3-ാം ക്ലാസ്സിലെ അഖ്ലാഖിൻ്റെ പാദവാർഷിക പരീക്ഷയുടെ പേപ്പറാണ്. ഒന്നാമത്തെ പ്രവർത്തനം യോജിച്ചവ ചേർക്കാം. താഴെ നിങ്ങൾക്ക് ബ്രാക്കറ്റിൽ കുറേ വാക്കുകൾ കാണാം. അതെന്ത് ചെയ്യണം? താഴെ വിട്ടുപോയ ഭാഗത്ത് ചേർത്ത് കൊടുക്കണം. അത് ഓരോന്നും നിങ്ങൾ വായിച്ചു കൊണ്ട് തന്നെ അത് ചേർത്ത് കൊടുക്കുക, എന്നാൽ മനസ്സിലാവും. ഒന്നാമത്തത് നാം അറിവ് പഠിക്കുന്നത് ഡാഷ്, നാം അറിവ് പഠിക്കുന്നത് അതുപോലെ ചെയ്യാനാണ്. രണ്ടാമത്തത് പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഡാഷ്. ഏതാണ്? ബ്രാക്കറ്റിൽ ഫസ്റ്റ് കാണാം, ഇൽമ് നാഫിയാകുന്നത്. പഠിച്ചതനുസരിച്ച് പ്രവർത്തിക്കുമ്പോഴാണ് ഇൽമ് നാഫിയാകുന്നത്. മൂന്നാമത്തത് അറിവുള്ളവരെ ഡാഷ്. ഏതാണ്? അറിവുള്ളവരെ ആളുകൾ ആദരിക്കുന്നു. നാലാമത്തത് അറിവ് ഇസ്ലാമിൻ്റെ ഡാഷ്. അറിവ് ഇസ്ലാമിൻ്റെ ജീവനാണ്. അതാണ് ചേർത്ത് കൊടുക്കേണ്ടത്. അഞ്ചാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അള്ളാഹുവിനോട് കാവൽ ചോദിക്കാറുണ്ടായിരുന്നു. ഡാഷ്. എന്തിനെ തൊട്ട്? ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട്. ബ്രാക്കറ്റിൽ അവസാനം കാണാം, ഉപകാരമില്ലാത്ത അറിവിനെ തൊട്ട്. അടുത്ത ആക്ടിവിറ്റി പൂർത്തിയാക്കാം. നമ്മൾ ഓരോ പാഠത്തിലും പഠിച്ച വാക്കുകൾ കൊടുത്തിട്ടുണ്ട്, അപ്പോൾ അത് നിങ്ങൾ പൂർത്തിയാക്കി കൊടുക്കാനുള്ളതാണ്. അതിൻ്റെ വാക്ക് നിങ്ങൾ എഴുതി കൊടുക്കണം. ഒന്നാമത്തത് അല്ലാഹുമ്മ സിദ്നി ഇൽമൻ ഡാഷ്.
എന്താണ്? അല്ലാഹുമ്മ സിദ്നി ഇൽമൻ നാഫിഅൻ. ചിലപ്പോൾ ഇതിൻ്റെ അർത്ഥം ചോദിക്കും. ഇത് അർത്ഥം എഴുതാൻ വരാറുണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം കൂടി പഠിച്ചു വെക്കണം. അല്ലാഹുവേ, എനിക്ക് നീ ഉപകാരപ്രദമായ അറിവ് വർദ്ധിപ്പിച്ചു തരണമേ. ഇതാണ് അതിൻ്റെ അർത്ഥം. രണ്ടാമത്തത് പൂരിപ്പിക്കാനുള്ളത് അത്തഹൂറു ഷത്തുറു ഡാഷ്. അത്തഹൂറു ഷത്തുറുൽ ഈമാൻ. അതിൻ്റെ അർത്ഥം കൂടി പഠിക്കുക. വൃത്തി ഈമാനിൻ്റെ പകുതിയാണ്. ഇതും പരീക്ഷയിൽ അർത്ഥം എഴുതാൻ വരാം. മൂന്നാമത്തത് അക്മലുൽ മുഅ്മിനീന ഈമാനൻ ഡാഷ്. അക്മലുൽ മുഅ്മിനീന ഈമാനൻ അഹ്സനുഹും ഖുലുഖൻ. അതിൻ്റെ അർത്ഥം കൂടി പഠിക്കണം. മുഅ്മിനുകളിൽ ഈമാൻ പൂർണ്ണമായവർ അവരിൽ സ്വഭാവം നന്നായവരാണ്. നാലാമത്തത് പൂരിപ്പിക്കാനുള്ളത് അല്ലാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്, കാരണം അവൻ ഡാഷ്. എന്താണ്? അല്ലാഹു വൃത്തിയുള്ളവരെയാണ് ഇഷ്ടപ്പെടുന്നത്, കാരണം അവൻ പരിശുദ്ധനാണ്. അതാണ് പൂരിപ്പിക്കേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ഇനി ചോദ്യമാണ്. ഒന്നാമത്തെ ചോദ്യം, സൽ സ്വഭാവത്തിൻ്റെ ഉത്തമ മാതൃകയാണ് ആര്? അത് നമ്മൾ പഠിച്ചിട്ടുണ്ട്. ആരാണ്? നമ്മുടെ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഇനി അടുത്ത ചോദ്യം, പരലോകത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തൊട്ടടുത്ത് സീറ്റ് ലഭിക്കുന്നവർ ആരാണ്? ഇത് നമ്മൾ പാഠഭാഗത്ത് പഠിച്ചതാണ്. ആർക്കാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുത്ത് ഒരു സീറ്റ് ലഭിക്കുക? ആരാണ്? അത് സൽസ്വഭാവികൾക്കാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മൂന്നാമത്തെ ചോദ്യം, മുഹമ്മദേ, നിൻ്റെ അടുക്കലുള്ള അള്ളാഹുവിൻ്റെ ധനത്തിൽ നിന്ന് എനിക്ക് നൽകാൻ ഉത്തരവിടുക. ഇത് ആര് പറഞ്ഞതാണ്? ഇത് ഒരു അഅറാബി പറഞ്ഞതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കഴുത്തിലുണ്ടായിരുന്ന ഷാൾ വലിച്ചില്ലേ, ആ അഅറാബി പറഞ്ഞതാണ്. ഇനി അടുത്ത പ്രവർത്തനം, 3 എണ്ണം വീതം എഴുതാം. ഈ പറയുന്ന ചോദ്യങ്ങൾക്ക് 3 എണ്ണം വീതം ഉത്തരം എഴുതണം. ഏതൊക്കെയാണ് ചോദ്യമെന്ന് നോക്കാം. ഒന്നാമത്തത്, സൽസ്വഭാവത്തിൻ്റെ ഉദാഹരണം. സൽസ്വഭാവത്തിന് 3 ഉദാഹരണങ്ങൾ. 1 പരസ്പരം സ്നേഹിക്കുക, 2 ബഹുമാനിക്കുക, 3 പുഞ്ചിരിക്കുക. ഇനി രണ്ടാമത്തെ ചോദ്യം, നിന്നിലുള്ള നല്ല സ്വഭാവങ്ങൾ. നിങ്ങൾക്കുള്ള നല്ല സ്വഭാവങ്ങൾ എഴുതാനാണ്. 3 എണ്ണം എഴുതണം. സത്യം മാത്രം പറയും, അതുപോലെ നല്ലത് പ്രവർത്തിക്കും, നല്ലത് സംസാരിക്കും. ഇനി അവസാനത്തെ പ്രവർത്തനമാണ് പാട്ട് പൂർത്തിയാക്കാം. നമ്മൾ ഒന്നാമത്തെ പാഠത്തിലൊരു പാട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു. അതെല്ലാവരും പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ പൂർത്തിയാക്കാനുള്ളത് കിട്ടും. നോക്കാം. ഒന്നാമത്തത്, വീട്ടിലും ഡാഷ് വേണം വൃത്തി, റോട്ടിലും ഡാഷ് വേണം വൃത്തി. വീട്ടിലും ക്ലാസ്സിലും വേണം വൃത്തി, റോട്ടിലും നാട്ടിലും വേണം വൃത്തി. അത് നിങ്ങൾ പൂരിപ്പിക്കുക. രണ്ടാമത്തത്, അല്ലാഹു കേറ്റം ഡാഷ് വൃത്തി, ഈമാനിൻ്റെ ഡാഷ് വൃത്തി. അല്ലാഹു കേറ്റം ഇഷ്ടം വൃത്തി, ഈമാനിൻ്റെ പാതിയും വൃത്തി. ഇനി അവസാനത്തെ പേപ്പർ അഖീദയുടേതാണ്. നമുക്ക് നേരെ പേപ്പറിലേക്ക് പോകാം. ഒന്നാമത്തെ പ്രവർത്തനം, യോജിച്ചവ ചേർക്കാം. ബ്രാക്കറ്റിൽ നിന്ന് താഴെ വരിയുമായി യോജിച്ചത് ഏതാണെന്ന് കണ്ടെത്തുക.
എന്നിട്ട് അതിന് നേരെ ബ്രാക്കറ്റിൽ നിന്നും എടുത്തെഴുതുക. നമുക്ക് നോക്കാം. ഒന്നാമത്തത് കാറ്റ്, ഇടി, മിന്ന്, മഴ. ബ്രാക്കറ്റിൽ മലക്കുകളുടെ പ്രധാനപ്പെട്ട മലക്കുകളുടെ പേരുകൾ എഴുതിയിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏത് മലക്കിൻ്റെ ജോലിയാണ് കാറ്റ്, ഇടി, മിന്ന്, മഴ എന്നത്? ബ്രാക്കറ്റിൽ മീക്കായിൽ അലൈഹിസ്സലാം എന്ന് കാണാം. മീക്കായിൽ അലൈഹിസ്സലാമിൻ്റെ ജോലിയാണ് കാറ്റ്, ഇടി, മിന്ന്, മഴ. രണ്ടാമത്തത് സൂറിൽ ഊതൽ ഏൽപ്പിക്കപ്പെട്ടവർ ആരാണ്? ഇസ്രാഫീൽ അലൈഹിസ്സലാം. മൂന്നാമത്തത് റൂഹ് പിടിക്കാൻ ഏൽപ്പിക്കപ്പെട്ടവർ. മനുഷ്യൻ്റെ റൂഹ് പിടിക്കുന്നത് ഏത് മലക്കാണ്? ബ്രാക്കറ്റിൽ അസ്റായിൽ അലൈഹിസ്സലാം. അസ്റായിൽ അലൈഹിസ്സലാം. നാലാമത്തത് വഹി എത്തിച്ചു കൊടുക്കൽ. അത് ഏത് മലക്കിൻ്റെ ജോലിയാണ്? ജിബ്രീൽ അലൈഹിസ്സലാം. 5 മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും. മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും ആരാണ്? മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാം. മുൻകർ നക്കീർ അലൈഹിസ്സലാത്തു വസ്സലാമാണ് മയ്യത്തിനെ എഴുന്നേൽപ്പിച്ചിരുത്തും. അടുത്ത പ്രവർത്തനം വ്യക്തമാക്കാം. ഒന്നാമത്തെ ചോദ്യം സത്യവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. ഉത്തരം നല്ല രൂപത്തിൽ വന്നു സൗമ്യമായിട്ടാണ് സത്യവിശ്വാസികളുടെ റൂഹ് പിടിക്കുക. രണ്ടാമത്തെ ചോദ്യം അവിശ്വാസികളുടെ റൂഹിനെ പിടിക്കുന്ന രൂപം. ഉത്തരം അവിശ്വാസികളുടേതാവട്ടെ ഭീകര രൂപത്തിൽ വന്ന് വളരെ കഠിനമായിട്ടായിരിക്കും അവൻ്റെ റൂഹിനെ പിടിക്കുക. ഇനി മൂന്നാമത്തെ ചോദ്യം മുഅ്മിൻ. ആർക്കാണ് മുഅ്മിൻ എന്ന് പറയുന്നത്? ഉത്തരം ഈമാൻ കാര്യം വിശ്വസിച്ചവരാണ് മുഅ്മിൻ. ഇനി നാലാമത്തെ ചോദ്യം ഈമാൻ സത്യവിശ്വാസം. സത്യവിശ്വാസം എന്നാൽ എന്താണ്? ഉത്തരം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊണ്ടുവന്ന മുഴുവൻ കാര്യങ്ങളിലും നബിയെ സത്യമാക്കലാണ് സത്യവിശ്വാസം, അതായത് ഈമാൻ. ഇനി അടുത്ത പ്രവർത്തനം ഉത്തരം എഴുതാം. ഒന്നാമത്തെ ചോദ്യം രണ്ടാം തവണ സൂറിൽ ഊതുമ്പോൾ എന്ത് സംഭവിക്കും? ഇസ്രാഫീൽ അലൈഹിസ്സലാം സൂർ എന്ന കാഹളത്തിൽ ഊതുമ്പോൾ എന്ത് സംഭവിക്കും? ഉത്തരം രണ്ടാമത്തെ ഊത്തിൽ ലോകാരംഭം മുതൽ മരിച്ചവരെല്ലാം ജീവൻ ലഭിച്ചു എഴുന്നേൽക്കും. രണ്ടാമത്തെ ചോദ്യം മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാൽ? മലക്കുകൾ സൃഷ്ടിക്കപ്പെട്ടത് എന്തിനാൽ? ഉത്തരം പ്രകാശത്താലാണ് അവർ സൃഷ്ടിക്കപ്പെട്ടത്. മൂന്നാമത്തെ ചോദ്യം മനുഷ്യർ മരിക്കുന്നത് എപ്പോഴാണ്? ഉത്തരം റൂഹ് പിടിക്കുമ്പോഴാണ് മനുഷ്യർ മരിക്കുന്നത്. നാലാമത്തെ ചോദ്യം ഈമാൻ കൂടിയേ തീരൂ എന്തിന്? ഉത്തരം നമ്മുടെ അമലുകൾ സ്വീകാര്യമാവാൻ ഈമാൻ കൂടിയേ തീരൂ. ഇനി അടുത്ത പ്രവർത്തനം യോജിച്ചവ കൊണ്ട് കള്ളികൾ പൂർത്തിയാക്കാം. നമുക്കിവിടെ കാണാം അല്ലാഹു സർവശക്തനാണ്. അല്ലാഹു അവിടെ നിങ്ങൾ എഴുതി കൊടുക്കണം, എല്ലാം അറിയുന്നവനാണ്. അല്ലാഹു
എല്ലാം കാണുന്നവനാണ്. അല്ലാഹു എല്ലാം കേൾക്കുന്നവനുമാണ്. അല്ലാഹു എന്നെന്നും ജീവിക്കുന്നവനാണ്. ഇപ്പോൾ വിട്ടുപോയ ഭാഗത്ത് നിങ്ങൾ എന്ത് ചെയ്യുക? ഈ പറഞ്ഞത് എഴുതി കൊടുക്കുക. പരീക്ഷകളിൽ അങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇനി അടുത്ത പ്രവർത്തനം, വിട്ടത് ചേർക്കാം. ഒന്നാമത്തത് അല്ലാഹുവിൽ വിശ്വസിക്കൽ. 2 അല്ലാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ. ഇവിടെ മുഴുവനും ഈമാൻ കാര്യങ്ങളാണ് എഴുതിയിട്ടുള്ളത്. അതിൽ വിട്ടുപോയ ഭാഗം മാത്രം എഴുതി കൊടുത്താൽ മതി. അപ്പോൾ അല്ലാഹുവിൻ്റെ മലക്കുകളിൽ വിശ്വസിക്കൽ, അതാണ് രണ്ടാമത്തത്. അതവിടെ എഴുതിയിട്ടില്ല, നിങ്ങൾ എഴുതി കൊടുക്കണം. 3 അല്ലാഹുവിൻ്റെ കിതാബുകളിൽ വിശ്വസിക്കൽ. 4 അല്ലാഹുവിൻ്റെ മുർസലുകളിൽ വിശ്വസിക്കൽ. 5 നിങ്ങൾ എഴുതി കൊടുക്കണം. ഏതാണ്? അവസാന നാളിൽ വിശ്വസിക്കൽ. 6 നന്മയും തിന്മയുമായ എല്ലാ കാര്യങ്ങളും അല്ലാഹുവിൽ നിന്നാണെന്ന് വിശ്വസിക്കൽ. അപ്പോൾ നമ്മുടെ പരീക്ഷയുടെ മുഴുവൻ ചോദ്യോത്തരവും ഇവിടെ പറഞ്ഞു. അല്ലാഹു എല്ലാവരെയും പരീക്ഷയിൽ വിജയിപ്പിക്കുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.